കാക്കുവിന്റെ കുട്ടിയല്ലേ, കാക്കുവിന്റെ തോക്കല്ലേ? അപ്പോൾ ഞാനും ഇരിക്കുന്നതാ മോർണിംഗ് തന്നെ പോവാണ്. എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് പോവാണ്. മൂത്തമ്മയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവളെ അടുത്തേക്ക് പോകണം. അവൾ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ഫുൾ A+ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വക ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ആൾക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് വാച്ചും പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. അപ്പോൾ ഡ്രസ്സ് ഇനി അവിടെ പോയിട്ട് പാക്ക് ചെയ്യണം, അരീക്കോട് പോയിട്ട്. വാച്ച് ഞാൻ ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. KCOൻ്റെ വാച്ചൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവളുടെ അടുത്ത് പോയിട്ട് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഗിഫ്റ്റായിരിക്കും. അപ്പോൾ എന്താണ് അവളെ റിയാക്ഷനൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇവിടെ ഒരുങ്ങുന്നുണ്ട്. അപ്പം ഞാനിതാ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഹസുവിനെ എന്തായാലും കൊണ്ടാൻ പറ്റില്ല. ആളോട് ഞങ്ങൾ കളവൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. ഞാൻ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ഹസുവിനോട് പോകട്ടോ. അപ്പം നമുക്ക് പോകട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഞാനൊരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഒരു കുഞ്ഞൊരു പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില്ലറ പൈസ കിട്ടുന്ന എനിക്ക് വാലൻറ്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഐറ്റം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഡ്രസ്സാണ്. അത് നമുക്ക് നേരെ അരീക്കോട് ടൗണിൽ പോയിട്ട് നമുക്കത് പാക്ക് ചെയ്യണം. ഞാനൊരു വെസ്റ്റേൺ ടോപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം ഞാനിതൊരു ഫാൻസിയിൽ പോയിട്ട് ഗിഫ്റ്റ് ബോക്സ് ആക്കിയാണ് ചെയ്യാണ് കേട്ടോ. കാരണം നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റേതായ സ്റ്റൈലിൽ കൊടുക്കണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു Q&A വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എന്തായാലും ഒരു Q&A ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്നും നമ്മുടെ ഫാമിലി വ്ളോഗ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഡിസൈനിലുള്ളതൊക്കെ വെച്ചിട്ട് ഞാനിതാ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്നൊരു ഗിഫ്റ്റാണ്. അപ്പം പിന്നെ ഞാൻ ചോക്ലേറ്റും വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡയറി മിൽക്ക് 2-3 പീസ് വാങ്ങിച്ചയച്ചിട്ട് അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് അതോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇക്കയുടെയാണ് കേട്ടോ. രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഫുഡൊക്കെ കൊടുത്തതിൻ്റെ ഇതാ പോയതാണ്. അപ്പോൾ അവൾക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് അവളെ ഇതാ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട. അവൾക്ക് ഭയങ്കര മാറ്റിയിട്ട് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ. വീഡിയോക്ക് വന്നപ്പോൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട് ആള്. പ്ലസ്സിലെ ഞാൻ എൻ്റെ വക നമുക്ക് അപ്പോൾ അവൾ വകത ലഡു ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചാൽ നമ്മൾ വേഗം വിട്ടിട്ടുണ്ട്. കാരണം ഹസ്മോൻ്റെ അടുത്ത് പോകേണ്ടതെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ വരുന്ന വഴിയിൽ ഇതാ കോമാങ്ങ കണ്ടപ്പോൾ ഇതാ ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാലും മാങ്ങൻ്റെ ആൾക്കാരാണെന്ന് അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ മസാല കഴിക്കാൻ വേണ്ടിയിട്ട് ഇക്ക വെയിറ്റ് ചെയ്യുന്നുണ്ട്. മുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കോമാങ്ങ എന്ന് പറഞ്ഞാൽ വേറെ വൈബ് തന്നെയല്ലേ. അതിതാ ഇതുപോലെ നല്ല രീതിയിലാക്കിയിട്ട് നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ ഇതാ സ്പെഷ്യലായിട്ട് ഇതാ പഴമൊക്കെ വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം നമ്മൾ വീട്ടിൽ തന്നെ ഉമ്മ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാറാണ്. ഉമ്മക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതായിട്ട് ഇഷ്ടം ഓരോന്ന് വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിതാ പോയിട്ട് വേഗം ടൗണിൽ അങ്ങാടി പോയിട്ട് ഇതാ സ്നാക്സൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വരുന്ന ഇവർ പറയാതെ വന്നല്ലേ. കാരണം ഞാൻ തന്നെ പോയത് എന്താണെന്ന് വെച്ചാൽ ഇക്കാൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇക്കാക്ക് സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഇക്കാനെ വല്ല അവരുടെ അടുത്താക്കിയിട്ട് ഞാൻ വല്ല പുറത്ത് പോയിട്ട് ഇതാ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമോസ വേണ്ട വെച്ചിട്ടേ അപ്പോൾ വന്ന ഗസ്റ്റിന് നമ്മൾ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല. അവർക്ക് എന്തായാലും വീഡിയോയിൽ വരാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല മഴ എന്ന് വെച്ചാൽ കുറേ ദിവസത്തിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് നല്ലൊരു മഴ വന്നിട്ടുണ്ട്. അതും മഴ മാത്രമല്ല കേട്ടോ, കൂടെ ഇടി മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല അങ്ങനത്തെ ആസ്വദിച്ചിട്ടോ ഇരുന്ന്. കാരണം ഉമ്മ താഴോട്ട് വിളിക്കുന്നുണ്ട്, ഇടി പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, താഴോട്ട് വാന്ന്. ഞാനതൊന്നും കാര്യമാക്കാത്ത മേലെ ഇരുന്ന് അങ്ങനെ അത് കണ്ടിരുന്നു കേട്ടോ.
അപ്പോൾ മാങ്ങയൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാൻ രസമല്ലേ മഴയൊക്കെ പെയ്യുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ് ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുത്ത ടൈമിൽ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാർദാ അറിയോ? ഇതാർദേനി? ഇതാർദാ? അല്ലേ നമ്മളിതിപ്പോ എന്തായേ? എന്തോലും പറയണേ. സെബിക്കാക്കും എന്തെല്ലാം വരാഞ്ഞ ചോദിക്കാ? ടോയ്സ് സനുക്കാക്കിന്റെ അടുത്ത് കൊടുത്തേച്ചാണ് ചോദിക്കാ? കുറ്റിതാ നല്ല മമ്മ കൊടുക്ക്. ഇവിടെ നിന്നിട്ട് ഷെബിയെ ഓന്റെ അടുത്ത് ഒരാൾ കിടക്കാൻ വേണല്ലോ. കാക്കുവിന്റെ കുട്ടിയല്ലേ? കാക്കുവിന്റെ തോക്കല്ലേ? ഓൻ കേടെടുത്താണ് എന്നെ വിളിക്കട്ടോ. കാറ് ഇതെന്ത് സ്പെഷ്യൽ അമ്മ? ഉമ്മാന്റെ സ്പെഷ്യൽ പൂരി ഉണ്ടാക്കുകയാണ്. ഹോട്ടലിൽ പോകാൻ മടിച്ചിട്ട് ഉമ്മാന്റെ കൈ കൊണ്ട് തന്നെ ആവണം എന്നുള്ളതുകൊണ്ട് ഇതാ ഇവിടെ എണ്ണ പൂരി ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. അമ്മ സ്പീഡ് കൂട്ടി കൈ കൊള്ളണ്ട കേട്ടോ. സ്പീഡ് കൂട്ടി കൈയൊന്നും കൊള്ളണ്ട. ഉമ്മത് ഉമ്മാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പൂരി ഇതാ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കാരണം ഉമ്മാക്ക് ആരെങ്കിലും വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉമ്മാന്റെ കൈ കൊണ്ട് കൊടുക്കണം എന്നുള്ള ഇഷ്ടമുള്ള ഒരാളാട്ടോ. അപ്പൊ ചടപടീന്ന് പറഞ്ഞിട്ട് ഇതാ പൂരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹസുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇതാ കാക്കും എൻ്റെ ഉമ്മയൊക്കെ വന്നതായിരുന്നു കേട്ടോ. കാരണം അവന് ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ വരുന്നുണ്ട്. കാരണം ഹസുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണിതാ. വലിയ അനിയനാണ് കേട്ടോ ഇവനെയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ഓൻ്റെ കളിക്കനുസരിച്ച് ഇങ്ങനെ നിന്നെടുക്കും. അപ്പോൾ ഞാൻ കാക്കുവിൻ്റെ കുട്ടിയാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതാ അവർ മഗ്‌രിബിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നും ഇവിടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഹസുമോ ഭയങ്കര ഹാപ്പി കേട്ടോ. അവന് ഇതാ കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും വരുന്നത് കേട്ടോ. എന്ത് ആ വേദനയോ? അപ്പോൾ അവരവിടെ ചാടിക്കുന്ന ടൈമിൽ ഇതാ തന്തി മോനും ഇതാ അവിടെ വെടിവെപ്പ് കളിക്കുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ? അവനിതാ കളിക്കാൻ ആരെങ്കിലുമൊക്കെ ഇന്ന് വേണ്ടേ. അപ്പോൾ ഇത് പപ്പൻ്റെ കേട്ടോ കളിക്കൂട്ടുകാരനായിരിക്കുന്നത്. അവന് വെടിവെപ്പ് കഴിക്കുകയാണ്. അതിനനുസരിച്ച് ഇതാ പപ്പ ഇതാ വീണ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വീണ്ടും വീണ്ടും അവരതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടൊക്കെയുണ്ട്. സംഭവം എന്നാലും ഭയങ്കര രസമാണ് കേട്ടോ. ഈ പപ്പനെ കൊന്നിട്ടുണ്ടാ? ഒരുപാട് കുലുക്കി കുത്തിർക്കാണ്. ഞാൻ പറഞ്ഞില്ല മിനിമം 1000 വാങ്ങണമെന്ന്. ഇതായില്ലേ കീറിയില്ലേ? കുറച്ചുകൂടി വാങ്ങിട്ട് നമ്മളെ ഗേറ്റിംഗ് ചില്ലറ ആദ്യത്തെ ഒരു കുറ്റിയാണ് കൊണ്ടുപോയിട്ടാണ്. അപ്പൊ അയക്കന്നെ പിന്നെ എന്നോട് വേണ്ട കൽപ്പിക്കലാ. കത്തിട്ട് മോശമൊന്നുമില്ല, എല്ലാരും കൊടുത്തിനോ. അപ്പോൾ ഉമ്മ
ഉമ്മൊക്കെ പോയി കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ആ മൂത്തമ്മയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ഗിഫ്റ്റ് കൊണ്ടുകൊടുത്തില്ലേ, അവളും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വകത അസുവിന് ഒരുപാട് മിഠായിയും പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മയും അവരും പോയതിൻ്റെ ബാക്കിൽ തന്നെ ഇവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസൂൻ ഇതാ ഗിഫ്റ്റിൻ്റെ പെരുമഴ എന്ന് തന്നെ പറയട്ടോ. ആൾക്ക് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഓരോരുത്തർ വരുമ്പോൾ എന്താ എനിക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് നോക്കിയിരിക്കുന്ന പണിയാണ് കേട്ടോ ഹസുമോന്. അപ്പോൾ ഇതാ കുറേ കിൻഡർ ജോയ് ആയിട്ടും മറ്റും. മോള് താത്തക്ക് എന്താ കിട്ടിയ ചോദിക്കാ, എന്താ കിട്ടിയ ഇല്ലാതെ പോകുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവർ വന്നപ്പോൾ അവന് തോണി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തോണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ മുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ട് കൊടുത്തത് ആളെ റൂമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് മഴ പെയ്തല്ല, അപ്പോഴേ പറയുന്നുണ്ട് തോണി വെള്ളത്തിലിടണമെന്ന്. അപ്പം ഞാനിതാ ഒരു ഇതിലാക്കി കൊടുത്തു. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇതെന്ത് പെട്ടെന്ന് മുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. തോണി ആകെ ചീത്തയായേ. എടാ അത് വലിയ ഇതിലായിട്ടേ കാരണം പിന്നെ അവർക്ക് ഇവിടെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവർക്ക് ചായയൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ ബൈ.